ചടയമംഗലം മുളയം വേട്ടാഞ്ചിറ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൌസിൽ നാശനഷ്ടം വരുത്തുകയും പമ്പ് ഓപ്പറേറ്ററെ ഭീഷണിപ്പെടുത്തുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്ത യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാട്ടർ അതോറിറ്റിക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിന്മേൽ ഇയാളെ പിന്നീട് വിട്ടയച്ചു. മുളയം പമ്പ് ഹൌസിൽ നിന്നുള്ള ജലവിതരണത്തിന്റെ പേരിൽ ഏതാനും ദിവസം മുമ്പ് ഇളമാട് ചടയമംഗലം പഞ്ചായത്ത് പ്രസിഡന്റുമാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ സംഭവമെന്നാണ് അറിയുന്നത്. ബുധനാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് സംഭവം. പമ്പ് ഹൌസിൽ അടുത്തിടെ സ്ഥാപിച്ച പമ്പ് സെറ്റിന്റെ കേബിൾ അർക്കന്നൂർ സ്വദേശി മനോഹരൻ നായർ നശിപ്പിക്കുകയായിരുന്നു. അർക്കന്നൂരിലെ പ്ലംബിംഗ് തൊഴിലാളിയാണ് ഇയാൾ. വ്യാഴാഴ്ച രാവിലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. 10,000 രൂപ നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇയാളെ വിട്ടയച്ചത്. വേട്ടാഞ്ചിറ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുളയം പമ്പ് ഹൌസിൽ ഇന്നലെ രാത്രി സാമൂഹ്യ വിരുദ്ധർ പമ്പിംഗ് തടസ്സപ്പെടുത്തുകയും ഇന്നലെ പുതിയതായി സ്ഥാപിച്ച പമ്പിന്റെ വയർ ഉൾപ്പെടെ അവർ നശിപ്പിക്കുകയും ചെയ്തു. സമയബന്ധിതമായി പോലീസിനെ ആ വിവരം അറിയിക്കുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദം കാരണം പോലീസിനും പിടിച്ചിരിക്കാനാവാതെ അവർ നഷ്ടപരിഹാര തുക വാട്ടർ അതോറിറ്റിക്കാർ നിർദ്ദേശിച്ച നഷ്ടപരിഹാര തുക കൈപ്പറ്റിക്കൊണ്ട് കേസെടുക്കാതെ തന്നെ പ്രതിയെ വിട്ടയക്കുകയാണ് ചെയ്തത്. കുടിവെള്ളത്തിന് ഇത്രയും ദൂഷത അനുഭവപ്പെടുന്ന ചടയമംഗലം പഞ്ചായത്ത് പോലുള്ള ഏത് പഞ്ചായത്തിലായാലും സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർ എവിടെ കുടിവെള്ളം വിതരണം തടസ്സപ്പെടുത്തിയാലും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കേണ്ടതാണ്. ഇനിയെങ്കിലും ജനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുന്നവരെ കൈയോടെ പോലീസിലേൽപ്പിച്ച് നടപടി ഉണ്ടാക്കണമെന്ന്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.